ഓൺലൈൻ തട്ടിപ്പിൽ തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായത് 3.5 കോടി രൂപ. സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും ഉയർന്ന തുകയാണിത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ 15,000 രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത്. 4 ഇരട്ടി ലാഭം ലഭിച്ചതോടെ പിന്നീട് വൻ തുക അക്കൗണ്ടിൽ നിന്ന് കൈമാറുകയായിരുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ തട്ടിപ്പുകാരുടെ രീതി എങ്ങനെയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ? ഉന്മേഷ, ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും ഭീമമായ തുകയാണ് ഇപ്പോൾ ഈ ഉള്ളൂർ സ്വദേശിയായിട്ടുള്ള ഓൺലൈൻ വ്യാപാരിക്ക് നഷ്ടമായിട്ടുള്ളത്. വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ അദ്ദേഹത്തെ കഴിഞ്ഞ മാർച്ചിൽ വാട്സപ്പ് വഴി സമീപിച്ചത്. വാട്സപ്പ് ഗ്രൂപ്പിൽ 15,000 രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത്. 4 ഇരട്ടി ലാഭം ലഭിച്ചതോടെ പിന്നീട് 2 ആഴ്ചക്കകം വൻ തുകകൾ അക്കൗണ്ടിൽ നിന്ന് കൈമാറി. 1.25 കോടി വരെ ഒരുമിച്ച് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. വലിയ തുക ലാഭവിഹിതമെത്തിയതായി സന്ദേശവും കിട്ടി. കഴിഞ്ഞ ദിവസം പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായതായി വ്യക്തമായത്. തുടർന്ന് സൈബർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം നഗരത്തിൽ ഓൺലൈൻ വ്യാപാരത്തിന്റെ മറവിൽ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1.9 കോടി രൂപയാണ് നഷ്ടമായത്. പാങ്ങപ്പാറയിൽ താമസിക്കുന്ന കന്യാകുമാരി സ്വദേശിയുടെ 1.44 കോടി രൂപയും ശ്രീകാര്യം സ്വദേശിയുടെ 17 ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടമായിരുന്നു. അതായത് ഈ വിഷയത്തെ ഗൗരവമായിട്ടാണ് പോലീസ് സമീപിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്.